ഹലോ എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പുട്ട് നിറച്ച ഡക്കാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ട പുട്ട് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഡക്കിൻ്റെ ഉള്ളിലത്തെ ലിവറ്, അതിൻ്റെ അങ്ങനത്തെ ഹാർട്ട്, അങ്ങനത്തെ ഉള്ളിലത്തെ സാധനങ്ങളാണ്. ഇത് ഞാൻ കുക്കറിലിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനി നമുക്ക് ഉലത്തിയെടുക്കാം. ഉലത്താൻ വേണ്ട സാധനങ്ങൾ, ഡക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ പോലെ തന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, സബോള, വേപ്പില, പിന്നെ അതിൻ്റെ മസാലകൾ, മല്ലിപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ മസാലപ്പൊടി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് വാട്ടിയെടുക്കാം. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില, പിന്നെ സബോള അരിഞ്ഞത്, ഇത് വെളിച്ചെണ്ണയിൽ ഞാൻ വാട്ടുന്നുണ്ട്. അപ്പം വാടി ഒരുവിധമായിട്ടുണ്ട്. ഇനി നമ്മുടെ മസാലകളിടാം. മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മസാലപ്പൊടി ഇട്ടു. ഇത് വാടി വരണം. വാടി വന്ന് കഴിയുമ്പോൾ, മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ചേർക്കാം. തക്കാളി ചെറുതായി അരിഞ്ഞിവിടെ വച്ചിട്ടുണ്ട്, അത് ചേർത്ത് ഉലത്താം. അരപ്പ് വാടിക്കഴിഞ്ഞു. ടൊമാറ്റോയും ഇട്ട് വാടി, പകുതി ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉൾഭാഗങ്ങൾ, ഹാർട്ട്, ലിവറ്, മാങ്ങ, അതൊക്കെ കൂടെ ഇതിലേക്കിട്ട് ഉലത്തുന്നു. വളരെ കുറവാണ് ഇപ്രാവശ്യം കിട്ടിയത് ഉള്ളിലത്തെ ഭാഗങ്ങൾ, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നന്നായി ഇത് ഒരുമിച്ച് ഉലത്തി കഴിയുമ്പോൾ അത് പുട്ടിൻ്റെ കൂടെ ഇട്ട് നമ്മൾ യോജിപ്പിക്കുന്നു, മിക്സ് ചെയ്യുന്നു. പുട്ടും അരപ്പും കൂടെ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മുടെ ഡക്കിനെ, മുഴുവനായിട്ടുള്ള ഡക്ക് ശരിയാക്കുകയാണ്. അപ്പോൾ കഴുകി വാരി കൊണ്ടുവന്ന് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മുഴുവൻ ഫോർക്ക് കൊണ്ട് കുത്തണം. പകുതി ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കുത്തുന്നതാണ്. സാധാരണ ഫോർക്കാണെങ്കിലും മതി. ഇത് വലിയ ഫോർക്ക് എൻ്റെ കയ്യിലുള്ള കാരണമാണ് ഞാനിത് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ കത്തി കൊണ്ടിങ്ങനെ വരഞ്ഞു കൊടുക്കുകയും ചെയ്യാം. എന്തിനാന്ന് പറഞ്ഞാൽ അരപ്പ് നന്നായി പിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അരപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത് മിക്സിയിൽ അരച്ചു. ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്യ്, മിൽമ നെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇത് മുഴുവൻ ഈ താറാവിൻ്റെ, കുത്തി വെച്ചിട്ടുണ്ടല്ലോ താറാവ്, ഉപ്പുണ്ട് കേട്ടോ ഇതിൽ, അത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അകത്തും പുറത്തും തേച്ച് പിടിപ്പിക്കണം, എല്ലാ ഭാഗവും ഒരുപോലെ. പുട്ടും മസാലയും കൂടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് തേച്ച് വെച്ചിരിക്കുന്ന താറാവിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറയ്ക്കാം. പുട്ട് മുഴുവൻ താറാവിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് താറാവ് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഉള്ളിലത്തെ ഭാഗം മാറ്റി കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഈ
തുറന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് സൂചി നൂലും ഉപയോഗിച്ച് തുന്നിപ്പിടിപ്പിക്കണം. ഒട്ടും പുറത്തു പോകാത്ത പോലെ ആയിരിക്കണം. ഈ നിറച്ച പുട്ട് പുറത്തു പോകാത്ത പോലെ വേണം നമുക്ക് തുന്നാൻ. അടിഭാഗവും പിന്നെ മോൾ ഭാഗവും തുന്നാനുണ്ട്. ട്വയിൻ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഇഴയിൽ നൂലെടുത്ത് പണ്ടൊക്കെ ചാക്കുനൂല്, നല്ല ചാക്കുനൂല് കൊണ്ടൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് ഒന്നും കൂടെ നല്ല ഇത് കിട്ടിയല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തുന്നിപ്പിടിപ്പിക്കാം. ഇവിടെ താഴത്തെ ഭാഗം നമ്മൾ തുന്നിക്കെട്ടി. അതുപോലെ തന്നെ ഇനി മോൾ ഭാഗവും തുന്നിക്കെട്ടണം. തൊലികൾ തമ്മിൽ കൂട്ടി തയ്ച്ചാൽ മതി. ഈ മുകൾ ഭാഗവും നമ്മൾ തുന്നി യോജിപ്പിച്ചു. ഉള്ളിലത്തെ പുട്ട് പുറത്തോട്ട് പോകരുത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാര്യം. രണ്ട് ഭാഗവും നമ്മൾ തയ്ച്ച് പിടിപ്പിച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ കൂട്ടി കെട്ടുക എന്നുള്ളതാണ്. രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കെട്ടാം. ഇവിടെ ഇങ്ങനെ ഇത് കെട്ടി വയ്ക്കാം. ഇനി കാല് ഭാഗവും അതുപോലെ തന്നെ നമുക്ക് കെട്ടണം. ഡക്കിനെ കെട്ടി, ഈ കാല് കൂട്ടിക്കെട്ടി, ഈ കൈയും കഴുത്തും കൂടെ ഇങ്ങനെ കൂട്ടിക്കെട്ടി. ഇനി നമുക്ക് അരപ്പ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കൂടുതലുണ്ടായിരുന്ന അരപ്പ്, അത് ഇതിലേക്ക് ഇടാം. ഉപ്പ് ഉണ്ടോയെന്ന് നോക്കിയേക്കണം, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഇടാം. എന്നിട്ട് ഈ താറാവിനെ ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. അത് കഴിഞ്ഞ് മൂടി വെച്ച് ഒരു ആവി വരുമ്പോൾ നിർത്താം. കുക്കറിൽ നിന്ന് ഉരുളയിലേക്ക് മാറ്റി, എന്നിട്ട് അതിലുണ്ടായിരുന്ന കുറച്ച് ഗ്രേവി, വെള്ളം പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിലിട്ട് ഇങ്ങനെ ഓരോ പ്രാവശ്യം മറിച്ച് ഇട്ടതും പൊരിഞ്ഞ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പാകമായി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഹലോ എവരിബഡി, ഇനിയിപ്പോൾ ഇത് മുറിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. താറാവ് മുറിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒക്കെ എല്ലാം ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അത്ര അറിയത്തില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഈ നൂല് മുറിച്ച് മാറ്റുക. രണ്ട് വശത്തെ നൂല് മുറിച്ച് മാറ്റുക. അത് കഴിഞ്ഞ് അപ്പോൾ നൂല് മുറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഭാഗം ആയിട്ട് മുറിച്ച് വയ്ക്കാം. വയ്ക്കാമല്ലേ. അപ്പോൾ നൂല് മുറിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ഭാഗം ആയിട്ട് മുറിച്ച് വയ്ക്കാം. വയ്ക്കാമല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. ഒരു കാലിൻ്റെ കഷ്ണം മുറിച്ചു, പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പുട്ടും ഗ്രേവിയും കൂടി ഉള്ളതും കൂട്ടി നമുക്ക് കഴിക്കാം. അങ്ങനെ ഓരോ ഭാഗങ്ങളും മുറിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് പുട്ട് നിറച്ച താറാവ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ഈസ്റ്ററിനോ ക്രിസ്മസിനോ അല്ലെങ്കിൽ പ്രധാന പരിപാടികൾക്കൊക്കെ അങ്ങനെ ഉപയോഗിക്കാം.